മോർണിംഗ്. ഇന്ന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എടുക്കാൻ പോകുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്ററാണ് വൈദ്യുതിയുടെ കാന്തിക പ്രഭാവം. വൈദ്യുതിയുടെ കാന്തിക പ്രഭാവം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുതിയെ കുറിച്ച് കണ്ടിരുന്നു, ഇലക്ട്രിക്കൽ എനർജീനെ കുറിച്ച് കണ്ടിരുന്നു. ഇനി നമുക്ക് എന്താണ് മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ എന്താണ് കാന്തികത അല്ലെങ്കിൽ കാന്തിക സ്വഭാവം, അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ് ഈ കാന്തിക പ്രഭാവം അല്ലെങ്കിൽ എന്താണ് ഈ മാഗ്നറ്റിസം എന്ന് നോക്കാം. ഒരു വസ്തുവിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ താപീയ പ്രഭാവവും കാന്തിക പ്രഭാവവും ഉണ്ടാകുന്നു. താപം ഉണ്ടാകുന്ന കേസ് നമ്മൾ പറഞ്ഞു, താപീയ പ്രഭാവം നമ്മൾ പറഞ്ഞു, ഹീറ്ററിൻ്റെ കോയിലും ബൾബിൻ്റെ ഫിലമെൻ്റൊക്കെ ചൂടാവുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താപം ഉണ്ടാവുന്നത് പോലെ തന്നെ എന്തുണ്ടാവുന്നു, ആ ഒരു മാഗ്നറ്റിസം ഉണ്ടാവുന്നുണ്ട്. ഇനി കാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ചുറ്റും അതായത് ഒരു വസ്തുവിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുക, അതാണ് എന്ത് കാന്തം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. ബാർ മാഗ്നറ്റ്, അതുപോലെ കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, സർക്കുലാർ മാഗ്നറ്റ്, റെക്റ്റാങ്കുലാർ മാഗ്നറ്റ്, അതിൻ്റെയൊക്കെ ഷേപ്പുകളാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. കാന്തം എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് രണ്ട് പോൾസ് ഉണ്ട്, രണ്ട് ധ്രുവങ്ങളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. ഇപ്പോൾ ഏതൊക്കെ കാന്തങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, എല്ലാത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ടാകും. അതായത് ഒരു ദക്ഷിണ ധ്രുവം, പിന്നെ എന്താണ് ഉത്തര ധ്രുവം, അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയും. സാധാരണ നമ്മൾ എന്ത് പറയും, നോർത്തും സൗത്തും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഈ കാന്തത്തിൻ്റെ സവിശേഷതകൾ? കാന്തമാണ് എന്തുണ്ടാക്കുന്നത്, ഒരു കാന്തിക പ്രഭാവം ഉണ്ടാക്കുന്നത്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു. സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ ഉത്തര ദക്ഷിണ ദിശയിൽ നിൽക്കുന്നു. കാന്തം ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മളിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് വടക്ക് തെക്കായിട്ട് അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ആയിട്ടാണ് ആ കാന്തം നിൽക്കുക. ഒരിക്കലും ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ടല്ല, വടക്ക് തെക്കായിട്ടാണ് അത് നിൽക്കുക. കാരണം എന്താണ് അങ്ങനെ നിൽക്കാനുള്ള കാരണം, ഭൂമിയും ഒരു കാന്തമാണ്. വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കുകയും മറ്റേത് വികർഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചാർജുകൾ പറഞ്ഞ പോലെ തന്നെയാണ് കാന്തത്തിൻ്റെ. ലൈക്ക് പോൾസ് എന്താണ്, അവർ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ നോർത്തും അല്ലെങ്കിൽ സൗത്തും രണ്ട് കാന്തങ്ങളുടെ എന്താണ്, അവർ റിപ്പൽ ചെയ്യും, അതായത് എന്താണ് വികർഷിക്കും. പക്ഷേ നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും എങ്ങനെയാണ്, ആകർഷിക്കും. ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വികർഷിക്കും, വ്യത്യസ്ത ധ്രുവങ്ങൾ എന്ത് ചെയ്യും, ആകർഷിക്കും. കാന്തത്തിനടുത്ത് വെച്ചിരിക്കുന്ന പച്ചിരുമ്പ് കഷ്ണങ്ങൾ കാന്തത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു. കാന്തത്തിനകത്ത് എന്താണ്, ഒരു പച്ചിരുമ്പിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിനും എന്ത് സംഭവിക്കും, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാന്തിക സ്വഭാവം കൈവരും. കാന്തത്തിൻ്റെ ധ്രുവങ്ങൾ ഒറ്റയ്ക്കായി മാറ്റാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ നമ്മൾ കാന്തത്തിനെ എത്ര മുറിച്ച് കഴിഞ്ഞാലും എന്താ സംഭവിക്കുള്ളൂ, ആ നോർത്തും സൗത്തും അവിടെ തന്നെ ഉണ്ടാവുന്നു. അല്ലാണ്ട് നമ്മൾ നോർത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോർത്ത് പോയിട്ട് സൗത്ത് മാത്രം ഉണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. ആ മുറിഞ്ഞ ഭാഗം എന്തായി അപ്പോൾ അവിടെ ആ കാന്തത്തിൻ്റെ വലിപ്പം കുറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇതൊരു കാന്താന്ന് വിചാരിക്കുക, ഇതതിൻ്റെ നോർത്തും ഇതതിൻ്റെ സൗത്താന്ന് വിചാരിക്കുക. നമ്മൾ ഈ കാന്തത്തിന് ഇവിടെ വെച്ച് മുറിച്ച് കളയുമ്പോൾ എന്തായി, ഇത്രയേ ഉള്ളൂ. ഇവിടെ നോർത്ത് മാത്രമേ ഉള്ളൂ, ഇപ്പുറത്തെ സൗത്ത് ഇല്ല എന്ന് വിചാരിക്കേണ്ട. എന്താണ്, മുറിഞ്ഞു പോയി കഴിഞ്ഞാലും കാന്തം എപ്പോഴെങ്ങനെയായിരിക്കും, ഒരു നോർത്തും ഒരു സൗത്തും അതിനുണ്ടായിരിക്കും. അതിപ്പോൾ ഇത്രയ്ക്കായാലും എന്തുതന്നെയാണ്, നോർത്തും സൗത്തും തന്നെയായിരിക്കും, അല്ലാതെ ഒരു ധ്രുവം മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാന്തത്തിൻ്റെ സവിശേഷതകൾ. ഇനി എന്താണ് ഈ കാന്തിക മണ്ഡലം? ഞാൻ പറഞ്ഞു കാന്തം എന്താണ്, കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, അതായത് കാന്തത്തിൻ്റെ പ്രഭാവം കാണിക്കുന്ന ഒരു ഏരിയ, അതിനെയാണ് എന്ത് പറയുക, കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി കാന്തിക ബലത്തിൻ്റെ ദിശ സൂചിപ്പിക്കുന്നതിനായി കാന്തിക ബലരേഖകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ എന്തുണ്ട്, കാന്തിക ബലരേഖകൾ ഉണ്ടാവും. ഈ ബലരേഖകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ആ കാന്തത്തിൻ്റെ കാന്തിക സ്വഭാവം നമ്മൾ നിശ്ചയിക്കുന്നത്. ഒരുപാട് ബലരേഖകൾ ഉണ്ടെങ്കിൽ എന്താണ്, ആ കാന്തം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാന്തിക സ്വഭാവം കാണിക്കുന്നുണ്ട്. ബലരേഖകളുടെ എണ്ണം കുറയുമ്പോഴോ അതിൻ്റെ കാന്തിക ശക്തി കുറവാണ്. അപ്പോൾ കാന്തിക ബലരേഖകളാണ് ഒരു കാന്തത്തിൻ്റെ എന്ത് സംഭവിക്കുന്നത്, ഒരു കാന്തത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ കാന്തിക സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. കൂടുതൽ ബലരേഖകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കാന്തശക്തി ഉണ്ട്, കുറവാണെങ്കിലോ കുറവ് കാന്തശക്തി. ഇനി ഈ ബലരേഖകൾ, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് ഒരു ബാർ മാഗ്നറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു നോർത്തും ഇവിടെ ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും.
നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത് ഈ കാന്തിക ബലരേഖകൾ. കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത്. ഇത് നോർത്ത് ഇത് സൗത്ത് ആണ്. നോർത്ത് ടു സൗത്ത് ഇതിനെയാണ് എന്ത് പറയുക കാന്തിക ബലരേഖകൾ. സാങ്കല്പിക രേഖകളാണ്, അതിനെയാണ് എന്ത് പറയുക കാന്തിക ബലരേഖകൾ. കാന്തിക ബലരേഖകളുടെ എണ്ണമാണ് ഇതിൻ്റെ കാന്തിക ശക്തിയെ നിർണ്ണയിക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ നല്ല ശക്തിയുണ്ട്, കുറവാണെങ്കിൽ ശക്തി കുറവാണ്. അപ്പം എപ്പോഴും കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങോട്ടാണ്? വടക്ക് നിന്ന് തെക്കോട്ട്, വടക്ക് നിന്ന് തെക്കോട്ട് അല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഇതുപോലെ ഒരുപാട് കാന്തിക ബലരേഖകൾ ഉണ്ടായിരിക്കും. ഈ കാന്തിക ബലരേഖകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? തമ്മിൽ കൂട്ടിമുട്ടില്ല. കാന്തിക ബലരേഖകൾ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടില്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഒരു കാന്തത്തിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന സാങ്കല്പിക രേഖകളാണ്. അവരുടെ എണ്ണമാണ് ആ കാന്തത്തിൻ്റെ ശക്തിയെ നിർണ്ണയിക്കുന്നത്. ഈ രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇനി നമുക്ക് സോളിനോയിഡ് എന്താന്ന് നോക്കാം. സോളിനോയിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ പച്ചിരുമ്പ് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിൽ കൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടുന്ന സമയത്ത് അവിടെ ഒരു കാന്തിക പ്രഭാവം ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് എന്ത് സോളിനോയിഡ് എന്ന് പറയുന്നത്. വൈദ്യുത കാന്തത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് കമ്പിച്ചുരുളിൽ കൂടിയാണ്. നീണ്ട ഒരു കമ്പിച്ചുരുളിനെ സോളിനോയിഡ് എന്ന് പറയുന്നു. അതായത് ഇങ്ങനെ നമ്മൾ മറ്റേ സൈക്കിളിൻ്റെ ഒക്കെ ഒരു കണക്ടറായിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കില്ലേ, അങ്ങനെയുള്ള പണ്ടത്തെ സൈക്കിളിൻ്റെ അപ്പം അങ്ങനെയുള്ള സ്പ്രിങ് പോലെ ഇരിക്കുന്ന കമ്പിച്ചുരുൾ അതിൽ കൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ എന്താണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ ഒരു സ്ട്രക്ചറാണ് എന്ത് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാർ മാഗ്നറ്റും വൈദ്യുത കാന്തവും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരം കാന്തമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ വൈദ്യുത കാന്തം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. വൈദ്യുതി ഇല്ലെങ്കിൽ എന്താണ് അത് എന്തുണ്ടാവില്ല, വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിന് കാന്തിക ശക്തി കിട്ടുന്നത്. ആ വൈദ്യുതി കടന്നു പോകുന്നില്ലെങ്കിൽ അതിന് കാന്തിക ശക്തി ഇല്ല. പക്ഷെ ബാർ മാഗ്നറ്റ് അങ്ങനെയല്ല. എന്താണ് അത് എല്ലായ്പ്പോഴും സ്ഥിരമായിട്ടുള്ളൊരു കാന്തമാണ്. ബാർ മാഗ്നറ്റിന് അതിൻ്റെ കാന്തിക മണ്ഡലം അതുകൊണ്ട് തന്നെ സ്ഥിരമാണ്. വൈദ്യുതകാന്തത്തിനോ വൈദ്യുതി ഒഴുകുമ്പോൾ മാത്രമാണ് അതിന് കാന്തിക ശക്തി കിട്ടുന്നത്. അപ്പം മാത്രമാണ് അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത്. ഇനി ബാർ മാഗ്നറ്റിൻ്റെ കാന്തിക ശക്തി കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല എന്ന്. ഇപ്പോൾ ഒരു കഷ്ണം ബാർ മാഗ്നറ്റ് അതിനെന്താണ് സ്ഥിരമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാന്തിക ശക്തി അതിന് എത്രയുണ്ടോ അത്ര തന്നെയുള്ളൂ. നമുക്കതിനെ കൂട്ടാനോ കുറയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ വൈദ്യുത കാന്തം അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? വൈദ്യുതി നമുക്ക് കൂട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ കാന്തിക ശക്തി കൂട്ടാൻ പറ്റും, വൈദ്യുതി കുറച്ചിട്ട് കാന്തിക ശക്തി കുറയ്ക്കാനായിട്ട് പറ്റും. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ദുർബലമായിട്ടുള്ള കാന്തമാണ്. പക്ഷെ വൈദ്യുതകാന്തം അങ്ങനെയല്ല. എന്താണ്? ശക്തമായിട്ടുള്ള കാന്തമാണ്. അതിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. കാരണം വൈദ്യുതി അളവിൽ വ്യത്യാസപ്പെടുത്തി നമുക്ക് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ബാർ മാഗ്നറ്റിൻ്റെ ധ്രുവങ്ങൾ മാറില്ല. അപ്പോൾ ഇത് NS അതായത് നോർത്ത് സൗത്ത് ആണെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ നോർത്തും സൗത്തായിട്ട് വരിക. പക്ഷേ വൈദ്യുതിയുടെ ദിശ മാറ്റിക്കൊടുത്താൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിയുടെ ദിശ മാറ്റിക്കഴിഞ്ഞാൽ വൈദ്യുതകാന്തത്തിൻ്റെ ദിശ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ബാർ മാഗ്നറ്റും വൈദ്യുതകാന്തവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. നമ്മുടെ ഇടത് കൈയിൽ തള്ളവിരലിൽ നമ്മളിത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോന്നറിയില്ല. ഇടത് കൈയിൽ തള്ളവിരലിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാതും എന്ത് വേണം? 90 ഡിഗ്രി വരണം. അതേപോലെ നമ്മൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും കൂടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടത് കൈയിനെ നടുവിരൽ അതേപോലെ തന്നെ നടുവിരലും ചൂണ്ടുവിരലും തള്ളവിരലും ഈ മൂന്നെണ്ണത്തിന് നമ്മളൊരു 90 ഡിഗ്രിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ നടുവിരലാണ് കറണ്ടിൻ്റെ ദിശയിൽ കാണിക്കുക. അതായത് നമ്മളൊരു ഇതിൽ കൂടെ വൈദ്യുതി കടത്തി വിടുകയാണ്.
വൈദ്യുതി കടത്തി വിടുമ്പോൾ ഒരു കാന്തം ഉണ്ടാക്കുകയാണ്. വൈദ്യുതി കടത്തി വിടുന്ന സമയത്ത് എന്താണ് സംഭവിക്കണതെന്നാണ് പറയണത്. ഇങ്ങനെ വരുമ്പോൾ കറണ്ടിൻ്റെ ദിശയിൽ നടുവിരലാണ് ഉണ്ടാവുക. ഇതാണ് കാന്തിക മാഗ്നറ്റിക് ദിശ, അല്ലെങ്കിൽ കാന്തിക ബലം അനുഭവപ്പെടുന്നത് ഈ ദിശയിലായിരിക്കും, ചൂണ്ടുവിരലിൻ്റെ ദിശയിലായിരിക്കും. അവിടെ ഒരു ബലം അനുഭവപ്പെടുന്നത്, ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സ് എപ്പോഴും തള്ളവിരലിൻ്റെ ദിശയിലായിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പിച്ചുരുളിൽ കൂടിയോ ഒക്കെ നമ്മൾ വൈദ്യുതി കടത്തി വിട്ട് അതിന് കാന്തിക ശക്തി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ദിശ പറയാൻ വേണ്ടിയിട്ടാണ് കറണ്ടിൻ്റെയും അവിടെ ഉണ്ടാകുന്ന കാന്തിക ശക്തിയുടെയും അതേപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സിൻ്റെയും ദിശയാണ് ഈ നിയമം വിശദീകരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു വരുമ്പോൾ കറണ്ടിൻ്റെ ദിശ നടുവിരലിൻ്റെ ദിശയായിരിക്കും, ചൂണ്ടുവിരലിൻ്റെ ദിശയിലായിരിക്കും കാന്തിക ശക്തി ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് എന്താണ്, നമ്മുടെ തള്ളവിരലിൻ്റെ ദിശയിലായിരിക്കും. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം എന്ന് പറയുന്നത്. വൈദ്യുത മോട്ടർ, ജനറേറ്ററൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താണ് ഈ ഒരു നിയമം വെച്ചിട്ടാണ്. അവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ നിയമമാണ്. ഇനി വിദ്യുത് കാന്തിക പ്രേരണം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഒരു കാന്തിക മണ്ഡലത്തിലൂടെ കറങ്ങുന്ന കമ്പിച്ചുരുളിൽ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തെ വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നു. ജനറേറ്റർ, ട്രാൻസ്ഫോമർ എന്നൊക്കെ എന്താണ് ഈ തത്വം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കണതെന്ന്. അതായത് ചുരുളുള്ള കറങ്ങുന്ന കമ്പിച്ചുരുളിൽ കൂടെ കാന്തിക ശക്തി കടന്നു പോകുന്നതിനാണ് വിദ്യുത് കാന്തിക പ്രേരണം. അതായത് ഒരു കറങ്ങുന്ന കമ്പിച്ചുരുള്, കാന്തിക മണ്ഡലത്തിലൂടെ കറങ്ങുന്ന കമ്പിച്ചുരുളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുക, ഇതിനെയാണ് വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിലുള്ള കറങ്ങുന്ന കമ്പിച്ചുരുളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു, ഇതിനെയാണ് വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. നമ്മുടെ ഡെഫിനിഷൻ അല്ല ചോദിക്കുക, ഇത് ഉപയോഗിക്കുന്നത് എവിടേക്കാണ്, നമ്മുടെ ജനറേറ്ററിൽ, അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിലൊക്കെ. ട്രാൻസ്ഫോമറിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിക്കാം. എന്താണ് വിദ്യുത് കാന്തിക പ്രേരണം. ജനറേറ്റർ, ട്രാൻസ്ഫോമറിൻ്റെയൊക്കെയും പ്രവർത്തന തത്വം എന്താണ്, വിദ്യുത് കാന്തിക പ്രേരണം. എന്താണ് വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്? ഒരു കാന്തിക മണ്ഡലത്തിലെ കറങ്ങുന്ന കമ്പിച്ചുരുളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു, അതിനെയാണ് വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഇനി പിന്നെ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം അല്ലേ, മുൻകരുതലുകൾ. അതായത് നനഞ്ഞ കൈ കൊണ്ട് ഇടാൻ പാടില്ല, നമ്മൾ ചെരുപ്പ് ധരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും രീതിയിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്, ചോദിക്കാനൊന്നും വഴിയില്ല, എന്നാലും ഓർത്ത് വയ്ക്കാം. ഇനി എർത്തിങ് എന്താണെന്നുള്ളതാണ്. എർത്തിങ് ഫേസ് ന്യൂട്രൽ കമ്പിക. അതായത് നമ്മളിപ്പോൾ ഇതിലൊക്കെ ഒരു ചുവപ്പ വയറ്, നീല വയറ്, അതേപോലെ തന്നെ ഒരു പച്ച വയറുണ്ടാവും. ഈ പച്ച വയറിനെയാണ് എന്ത് പറയുക, എർത്തിങ് എന്ന് പറയാം. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് അധികമുള്ള വൈദ്യുതിനെ എന്ത് ചെയ്യുക, ഭൂമിയിലേക്ക് വിട്ടിട്ട് അവിടെ ഷോർട്ട് സർക്യൂട്ടും, ആ ഒരു സർക്യൂട്ടിനെ മൊത്തത്തിൽ ഷോർട്ട് സർക്യൂട്ടൊന്നും ഇല്ലാതെ അവിടെയുള്ള മൊത്തം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, എർത്തിങ് എന്ന് പറയുന്നത്. നാം വൈദ്യുതിയുമായി സ്പർശിച്ചാൽ വൈദ്യുതിയുടെ പാത നമ്മുടെ ശരീരത്തിലൂടെ പാതയേക്കാൾ അതൊന്നും വേണ്ട. അപ്പോൾ ഇത് എർത്തിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ്, നമ്മുടെ ഒരു സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അധികമുള്ള വൈദ്യുതി, അതായത് അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അവിടെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് ഉപയോഗിക്കുന്നത്. അതായത് ഭൂമിയിലേക്ക് നമ്മൾ അധികമുള്ള വൈദ്യുതി, അവിടെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അധിക വൈദ്യുതിനെ എന്ത് ചെയ്യാണ് നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ എന്താണ്, നമ്മൾ പോയിട്ട് ഷോക്ക് അടിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ തൊടുമ്പോൾ നമ്മൾ ഷോക്ക് അടിക്കുന്ന എന്താണ്, എർത്തിങ് ആണ് സംഭവിക്കുന്നത്. ഭൂമിയായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എർത്തിങ് ആണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഇതാണ് എർത്തിങ് എന്ന് പറയുന്നത്. വേറെ നോക്കാനുള്ളത് ഫ്യൂസാണ്, ഫ്യൂസിൻ്റെ ധർമ്മം. ഇപ്പോൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഫ്യൂസ് ഉണ്ടാവും.
ഫ്യൂസ് വയറിന് പ്രത്യേകതയുണ്ട്. ടിന്നും ലെഡ് കൊണ്ടുള്ള ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വയറാണ് നമ്മൾ ഫ്യൂസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉയർന്ന പ്രതിരോധവും താഴ്ന്ന താപനിലയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഓവർലോഡ് അല്ലെങ്കിൽ കൂടുതൽ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ എന്താണ്, ആ ഫ്യൂസ് ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഓവർലോഡ് കൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി ഷോർട്ട് സർക്യൂട്ട്, അതായത് ഫേസ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്താണ്, തീപിടുത്തം ഉണ്ടാവും. ഇതിനെയാണ് എന്ത് പറയുക, ഷോർട്ട് സർക്യൂട്ട്. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, അവിടെ തീപിടുത്തം ഉണ്ടായി ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടുത്തെ ഫേസ് വയറും ന്യൂട്രൽ വയറും തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും, തീപിടുത്തം ഉണ്ടാവും. അതാണ് എന്ത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അമിത ലോഡ് അല്ലെങ്കിൽ ഓവർലോഡ് എന്നൊക്കെ പറയില്ല, അതെന്താണ്, അതായത് ഇപ്പം നമ്മുടെ ഇവിടെ ഇത്ര വൈദ്യുതിയിലാണ് അല്ലെങ്കിൽ ഇത്ര ആംപയർ വൈദ്യുതിയിലാണ് നമ്മൾ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അതിൽ കൂടുതൽ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓവർലോഡാവും അല്ലേ. ഓവർലോഡായിട്ട് അവിടെ കത്തിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കും. AC ഫാനൊക്കെ ഒരുപാട് ഉപയോഗിക്കും. ആ അമിത ഉപയോഗം മൂലം എന്താണ്, ട്രാൻസ്ഫോമറുകളൊക്കെ കത്താനായിട്ട് ഇടയുണ്ട്. ഇതിനെയാണെന്ന് പറയുക, ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളത്. ഇനി നമുക്കൊരു AC ജനറേറ്ററും DC ജനറേറ്ററും നോക്കാനുണ്ട്. നമുക്ക് നോക്കാനുള്ളത് ജനറേറ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വൈദ്യുത ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ജനറേറ്ററുകൾ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ജനറേറ്ററുകൾ. പ്രധാനമായിട്ടും 2 തരം ജനറേറ്ററാണുള്ളത്, AC ജനറേറ്ററും DC ജനറേറ്ററും. AC ജനറേറ്ററും DC ജനറേറ്ററും തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്നതും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമാണ് AC ജനറേറ്റർ. അതായത് ദിശ ഓൾട്ടർനേറ്റ് കറണ്ട് എന്നാണ് പറയുക. ഓൾട്ടർനേറ്റ് കറണ്ട് എന്നാണ് AC ജനറേറ്ററിനെ പറയുക. അപ്പോൾ എന്താണ്, ദിശ മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനം നടക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു കാന്തിക മണ്ഡലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിലേക്ക് വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് വിദ്യുത് കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതും. വിദ്യുത് കാന്തിക പ്രേരണം വഴി എന്ത് സംഭവിക്കുകയാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ജനറേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ദിശ മാറി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതിലെന്തുണ്ടാവും, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് AC ജനറേറ്റർ. DCയും എങ്ങനെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. DCയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വൈദ്യുതിയുടെ അളവ് എന്ന് പറയുന്നത് എത്ര കമ്പിച്ചുരുളുകളുണ്ട് അവിടെ, അതേപോലെ തന്നെ എന്താണ്, അവിടുത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി, അതേപോലെ തന്നെ ആ ഒരു കറക്കമുണ്ടല്ലോ കാന്തിക മണ്ഡലത്തിൽ ഈ കമ്പിച്ചുരുളുകളുടെ കറക്കം, അതിൻ്റെ ശക്തി, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവിടെ ഉണ്ടാവുന്ന വൈദ്യുതിയുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പിച്ചുരുളുകളിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ എന്താണ്, വൈദ്യുതിയെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ACയും DCയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. AC എന്ന് പറയുമ്പോൾ ഊർജ്ജ നഷ്ടം കുറയുന്നു. AC ജനറേറ്ററിൽ എങ്ങനെയാണ്, ഊർജ്ജ നഷ്ടം കുറയുന്നു. DCയിലാണെങ്കിലോ ഊർജ്ജ നഷ്ടം കൂടുന്നു. ACയിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ DCയേക്കാൾ ശക്തമാണ്. അവിടെ ഊർജ്ജ നഷ്ടം കുറവാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ACയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത് എന്താണ്, DCയേക്കാളും വളരെ പവർഫുള്ളാണ്. ഒരേ വോൾട്ടേജ് ഉള്ളപ്പോൾ AC എന്താണ്, അപകടകാരിയാണ്. കാരണം ഇതിൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കണം, വേണ്ടേ, ദിശ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കണം. വോൾട്ടേജ് സെയിം ആയിരിക്കുന്ന സമയത്ത് എന്താണ്, ACയിൽ എന്തും സംഭവിക്കാം. പക്ഷേ DCയിലാണെങ്കിലോ വൈദ്യുതിയുടെ അളവ് മാറുന്നില്ല. DCയിൽ തൊട്ട് കഴിഞ്ഞ് നമ്മളതിൽ ആകർഷിക്കുകയും ACയിൽ തൊടുമ്പോൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു. അതായത് എന്താണ്, നമ്മൾ ACയിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാന്തിക ശക്തിയിൽ. അപ്പോൾ ഷോക്ക് കൂടുതൽ.
അപ്പോൾ എ സിക്ക് ധാരാളം കമ്പിച്ചുരുളുകൾ ആവശ്യമുണ്ട്, ഡി സിയിലേക്ക് അത് ആവശ്യമില്ല. ഇതാണ് എ സിയും ഡി സിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി എ സിനെ ഡി സി ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. എ സി കറണ്ടിനെ ഡി സി കറണ്ടായിട്ട് ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. ഇപ്പം നമ്മൾ വലിയ രീതിയിൽ പുറത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഡി സി ആണ് ഉപയോഗിക്കുന്നത്, പക്ഷെ പുറത്തൊക്കെ എന്താണ് എ സി ആണ്. വലിയ വലിയ ട്രാൻസ്ഫോമറുകളിലൊക്കെ എ സി ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എ സി ഡി സിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടും എങ്ങനെ തന്നെയാണ്, വിദ്യുത് കാന്തിക പ്രേരണം വഴി നടക്കുന്ന വൈദ്യുതോൽപാദനമാണ്, ജനറേറ്ററുകളാണ്. വൈദ്യുത ജനറേറ്റർ 2 ടൈപ്പ് ഉണ്ട്, എ സി ഉണ്ട്, ഡി സി ഉണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്, വിദ്യുത് കാന്തിക പ്രേരണം. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പിച്ചുരുളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതാണ് വിദ്യുത് കാന്തിക പ്രേരണം. അതിൽ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്ട്രോങ് ആണ്, ഡി സിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. രണ്ടിലാണെങ്കിലും ഈ കമ്പിച്ചുരുളുകളുടെ എണ്ണം, അവരുടെ ദിശ, ആ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് ഇരിക്കുന്നത്. പിന്നെ എ സി എന്ന് പറയുന്നത് അതിന് ഊർജ്ജനഷ്ടം കുറവാണ്, ഡി സിയിൽ ഊർജ്ജനഷ്ടം കൂടുതലാണ്. നമ്മൾ എ സി തൊടുന്ന ഒരാളെങ്ങനെയാണ്, വലിച്ചെറിയപ്പെടും, അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകും, നമ്മൾ വികർഷിക്കപ്പെടാണ് ചെയ്യുക. ഡി സിയിലേക്കാണെങ്കിലോ നമ്മളെ ആകർഷിക്കപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ വീടുകളിൽ ഡി സി ആണ്, ഡി സി കറണ്ടാണ് ഉപയോഗിക്കുന്നത്. പുറത്തൊക്കെ എന്താണ്, എ സി കറണ്ടാണ്. പുറത്തെന്ന് പറയുന്നത് വലിയ വലിയ ട്രാൻസ്ഫോമറുകളിലൊക്കെ എ സി കറണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് ടഫാണ്, പക്ഷെ എന്നാലും ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.